എൻ്റെ ഗുജറാത്തിലെ വൈകുന്നേരങ്ങൾ മിക്കവാറും ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. ഏതെങ്കിലും ഒരു പാർക്കിൽ. ഇത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു പാർക്കാണ്. ഞാൻ ഗുജറാത്തിൽ എവിടെ താമസിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ ഗുജറാത്തിൽ വഡോദരയിൽ കമലാനഗർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. ഈ സ്ഥലത്തിന് കമലാനഗർ എന്ന് പേര് വരാൻ ഈ ഒരു തലാബ് മെയിൻ റീസൺ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഒരു തലാബിൽ മുഴുവനും താമരപ്പൂക്കളാണ്. ഇതൊക്കെ വിരിഞ്ഞു നിൽക്കുന്ന കാണാൻ എന്തൊരു രസമാണെന്നറിയാം. ഈ തലാബ് ഒരു ഭയങ്കര പോസിറ്റീവ് എനർജി ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന് മെയിൻ റീസൺ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതിൻ്റെ ചുറ്റും ഒരു പാർക്കാണ്. അവിടെ കുട്ടികൾക്ക് കളിക്കാൻ മാത്രമല്ല വലിയവർക്കുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ ഇതിൻ്റെ തൊട്ടടുത്ത് ഇവിടെ ഒരു ടെമ്പിളാണ്. ഈ ഒരു ടെമ്പിൾ നമ്മൾ നാട്ടിലുള്ള ടെമ്പിളിനെ വെച്ച് കമ്പയർ ചെയ്യരുത് കേട്ടോ. ഇത് അതുപോലെയൊന്നല്ല, 2 ഷീറ്റൊക്കെ വലിച്ചു കെട്ടി ഒരു വിഗ്രഹം വെച്ചൊരു സ്ഥലം. പക്ഷേ അപാര പോസിറ്റീവ് വൈബാണ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ എത്തുമ്പോൾ തന്നെ നല്ലൊരു കർപ്പൂരത്തിൻ്റെയും ചന്ദനത്തിൻ്റെയൊക്കെ ഒരു മണമാണ്. പോരാത്തതിന് ഇവിടെ ഭയങ്കര രസത്തിൽ പാട്ടൊക്കെ ഇങ്ങനെ വെച്ച് എല്ലാവർക്കും പോസിറ്റീവ് എനർജി അങ്ങ് വാരിക്കൊരു കൊടുക്കുന്നു. ഇതാണ് ടെമ്പിൾ. ഇതിൻ്റെ സൈഡിൽ കൂടെ ഞാൻ നടക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടെടുത്തതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ പാർക്ക്. ഈ ഈവനിങ് സമയത്ത് ഇവിടെ വന്നിരിക്കുന്നത് ഭയങ്കര സുഖമുള്ളൊരു പരിപാടിയാണ്. നല്ല കാറ്റും ആ പാട്ടും ആ മണവും ഒന്നും പറയണ്ട, അടിപൊളി കോംബോ ആണ്. കുഞ്ഞു മക്കൾ മാത്രമല്ല കേട്ടോ, ഒത്തിരി വലിയ ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഇവിടെ വന്നിരിക്കാൻ മാത്രമല്ല, അതിൻ്റെ തൊട്ടപ്പുറത്ത് കുറച്ച് ജിം എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതൊക്കെ ഉപയോഗിക്കുന്നവർക്കൊക്കെ അടിപൊളിയാണ്. ഒരു റൗണ്ട് ഇവിടെ നടന്നു വന്ന് അതൊക്കെ ഒന്ന് യൂസ് ചെയ്താൽ അത്യാവശ്യം നമ്മുടെ വർക്കൗട്ടിൻ്റെ കാര്യങ്ങൾ സെറ്റാവും. ഒരുപാട് വലിയതും ചെറിയതുമായ പിള്ളേർ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കണ്ണൊന്നും തെറ്റാനൊന്നും പറ്റില്ല കേട്ടോ. ഇവിടെ വന്ന എൻ്റെ മെയിനായിട്ടുള്ളൊരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ, കാല് നീട്ടി സുഖമായിട്ട് അങ്ങ് കാറ്റും കൊണ്ട് ഇതുപോലെ പാട്ടം പാടിയിരിക്കണം എന്നാണ്. പക്ഷേ ഇത് നടക്കൂല. ഞാൻ അങ്ങനെ ഇരുന്നാൽ തൊട്ടടുത്ത് എന്തെങ്കിലും ഒരു കുരുത്തക്കൊടൊപ്പിച്ച് ഏതെങ്കിലും ഒരു കുരിപ്പുണ്ടാവും. അപ്പോഴാണ് നമ്മുടെ അപ്പയെ നമ്മൾ സ്പോട്ട് ചെയ്തത്. അപ്പയെ സ്പോട്ട് ചെയ്താൽ പിന്നെ അപ്പയെ കൂട്ടി നമ്മുടെ പ്ലേ ഗ്രൗണ്ടിലേക്ക് വരാതെ നമുക്കൊരു സുഖമില്ല. അങ്ങനെ അപ്പനെ കൂട്ടാനുള്ള പോക്കാണിത്. ആ ഓട്ടമൊക്കെ കണ്ടാലുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ കിളി പാറിപ്പോവും. ഇത് ഓടി വീഴുവോ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റുമോ, സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. ഇതുപോലത്തെ പാരൻസ് ഉണ്ടോ? എല്ലാത്തിനും ഒരു പേടി, ഒരു ആങ്സൈറ്റി ഒക്കെ ഉള്ള. പിന്നെ ഞാൻ എൻ്റെ കുട്ടിയെ അത്യാവശ്യം മണ്ണിലൊക്കെ കളിപ്പിക്കുന്ന ഒരാളാണ്. നിങ്ങൾ അങ്ങനെ വെറും കയ്യിൽ മണ്ണ് വാരാൻ വിടാറില്ല എന്ന് ചില ആൾക്കാർ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ സന്ധ്യ നല്ല ഇരുട്ട് വീണ് തുടങ്ങുകയാണ്. ഇരുട്ട് വീണ് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗിയാണ് കാണാൻ. ഇന്ന് ഇത്തിരി കാർമേഘങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഭംഗി ഇത്തിരി കൂടുതലാണ്. ഈ ഒരു കരപറ്റി നടന്നു കഴിഞ്ഞാൽ അപ്പുറം കാണുന്നതാണ് ഒരു മാർക്കറ്റ്. അവിടെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമുക്ക് വാങ്ങാൻ കിട്ടും. ഈ പാർക്ക് ഇങ്ങനെ ചുറ്റി നടന്നിട്ടാണ് പോകേണ്ടത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഗുജറാത്തിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇനിയും അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ.